ബൽറാം അറിയിക്കുന്നത് പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരും സൈന്യവുമായി വെടിവയ്പ് തെക്കൻ കശ്മീരിലെ വനമേഖലയിൽ വെച്ചാണ് ഏറ്റുമുട്ടലുണ്ടായത്. 4 തവണ സേന ഭീകരരുടെ തൊട്ടടുത്ത് എത്തിയെന്ന വിവരമാണ് ബൽറാം അറിയിക്കുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. എന്തായാലും സൈന്യം ഭീകരരുടെ തൊട്ടടുത്തെത്തി, എന്നാലും അവർ സജ്ജമാണ്, തിരിച്ച് ആക്രമിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് രീതിയിലുള്ള വിവരങ്ങളാണ് നമുക്ക് അതിർത്തിയിൽ നിന്ന് ലഭിക്കുന്നത്? ക്രിസ്റ്റീന, ഈ പെഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ് 5-ാം ദിവസം തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഈ ഭീകരവാദികളും തൊട്ടു പിന്നാലെ തന്നെ സൈന്യം ഉണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ഭീകരവാദികളും സൈന്യവും തമ്മിൽ തൊട്ടടുത്ത് 4 തവണയെങ്കിലും തൊട്ടടുത്തെത്തുന്ന സാഹചര്യമുണ്ടായി എന്നും 1 തവണ ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നുമാണ് ലഭ്യമാകുന്ന വിവരം. ഈ ഏറ്റുമുട്ടൽ ഉണ്ടായത് തെക്കൻ കശ്മീരിലെ വനമേഖലയിൽ വെച്ചാണ്, കുൽഗാമിൽ വെച്ചാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. എന്നാൽ ഈ മേഖലയിൽ വനം തിങ്ങി നിറഞ്ഞ വനമേഖലയിൽ വെച്ചായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഭീകരവാദികൾ അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. അല്പസമയം നീണ്ട ഏറ്റുമുട്ടലിന് തൊട്ടു പിന്നാലെ തന്നെ ഭീകരർ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ആദ്യ സമയത്ത് ഈ ഭീകരരെ സൈന്യം കണ്ടത് ഹർപത് നാർ വനമേഖലയിൽ വെച്ചാണ്. ഹർപത് നാർ ഗ്രാമത്തോട് തൊട്ടടുത്ത് ചേർന്ന വനമേഖലയിൽ വെച്ചായിരുന്നു. തുടർന്ന് സൈന്യം അവരെ പിന്തുടരുകയാണ് ഉണ്ടായത്. പിന്നീടാണ് കുൽഗാമിൽ വെച്ച് ഇവരെ തൊട്ടടുത്തെത്തുകയും ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്തത്. കാഴ്ച പരിധിയിൽ ഇവർ വരുന്ന സാഹചര്യം 4 തവണ ഉണ്ടായി എന്നുള്ള വിവരം ഈ സുരക്ഷാ സേന സ്ഥിരീകരിക്കുന്നുണ്ട്. സുരക്ഷാ സേനയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ആ വിവരം സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. അതേസമയം ഭീകരർ ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്നും സൈന്യം പിന്തുടരുന്നു എന്നുമാണ് ഈ സോഴ്സുകളിൽ നിന്നും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം. ഈ ഭക്ഷണവും വെള്ളവും അടക്കമുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിപ്പോ ഇത്രയും ദിവസമായി, അതുകൊണ്ട് തന്നെ അവർക്ക് നാട്ടുകാരെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതി സാധാരണഗതിയിൽ ഉണ്ടായേക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ അവരെ ആശ്രയിക്കണം, അല്ലെങ്കിൽ അവരിൽ നിന്ന് പിടിച്ചു പറിക്കണം. ആ രീതിയിൽ ഇവരുടെ ജീവൻ നിലനിർത്താനുള്ള ശ്രമങ്ങളും മറുവശത്ത് നടക്കുന്നുണ്ടോ? ക്രിസ്റ്റീന, ഈ ഭീകരർ തയ്യാറെടുപ്പുകളുമായാണ് ഈ ആക്രമണത്തിനായി എത്തിയത്. എങ്കിൽ പോലും മുഴുവൻ ദിവസത്തേക്കുള്ള ഭക്ഷണവും ഇത്രത്തോളം നീണ്ട ഒരു തെരച്ചിൽ നടപടികൾ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഭക്ഷണം അവരുടെ പക്കലില്ല എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് സുരക്ഷാ സേന. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിൽ ഒരു രാത്രി ഗ്രാമത്തിലെ ഒരു വീട്ടിൽ കയറി ഇവർ ഭക്ഷണം മോഷ്ടിച്ചതായുള്ള വിവരം നാട്ടുകാരിൽ നിന്നും വിവരം സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിലേക്ക് ഉടൻ തന്നെ സുരക്ഷാ സേന എത്തിയിരുന്നെങ്കിലും അപ്പോഴേക്കും ഭീകരർ അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് പെഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ തന്നെയാണ് എന്നത് തന്നെയാണ് ഈ സുരക്ഷാ സേനയുടെ നിഗമനം. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭക്ഷണം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. എന്നാൽ ഇവർക്ക് പലപ്പോഴും പ്രാദേശിക സഹായം ലഭിക്കാനുള്ള സാധ്യതയും സുരക്ഷാ സേന തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലകളിലെല്ലാം തന്നെ ഈ ഭീകരവാദി ബന്ധമുള്ള, മുൻപ് ഭീകരവാദ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്നത് സുരക്ഷാ സേന. ഇവർ കൃത്യമായി ആസൂത്രണം ചെയ്തതാണെങ്കിൽ ഇത്തരത്തിൽ ഭക്ഷണം എത്തിക്കാനുള്ള ഒരു ശൃംഖല പോലും സൃഷ്ടിച്ചിട്ടുണ്ടാകാം എന്ന ഒരു നിഗമനം സുരക്ഷാ സേനയ്ക്ക് ഉണ്ട്. ഇതുൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടുള്ള നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സേന ഈ തെരച്ചിൽ ഇപ്പോൾ ഏത് ഭാഗത്താണ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയില്ല. ഈ ഒരു ഓപ്പറേഷനെ ബാധിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എവിടെ തെരച്ചിൽ നടക്കുന്നു, ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ, ഈ തെരച്ചിൽ പുരോഗമിക്കുന്ന ദിശ അടക്കമുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയില്ല. 3 പാകിസ്ഥാൻ ഭീകരനും ഒപ്പം തന്നെ ആദിൽ തോക്കർ എന്ന കശ്മീർ സ്വദേശിയുമാണ് ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തത് എന്ന് കഴിഞ്ഞ ദിവസം NIA-യുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും സ്ഥിരീകരണമുണ്ടായിരുന്നു. NIA-ക്ക് ലഭിച്ച തെളിവുകളിൽ ഏറ്റവും പ്രധാനം ഈ ഭീകരാക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ്. അത് പകർത്തിയ വീഡിയോഗ്രാഫറിൽ നിന്നും മൊഴിയെടുത്തിട്ടുണ്ട് NIA. ഈ ദൃശ്യങ്ങളിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് NIA സംഘം ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിവരങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും 5-ാം ദിവസവും ഊർജിതമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തെരച്ചിൽ നടപടികൾ ഏകോപിപ്പിക്കുന്ന ജമ്മു കശ്മീർ പോലീസ് നിർണായകമായ പങ്ക് ഇക്കാര്യത്തിൽ വഹിക്കുന്നുണ്ട് എന്നുള്ളതും
ശ്രദ്ധേയമാണ്. ഭീകരരുമായി തൊട്ടടുത്ത് തന്നെ സൈന്യം ഇപ്പോഴും ഉണ്ട്. ആ മേഖല ഏത് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ജമ്മു കശ്മീരിലെ വനമേഖല പൂർണ്ണമായും അരിച്ചുപെറുക്കിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സുരക്ഷാ സേന ഇക്കാര്യങ്ങൾ കൃത്യമായി തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം, വിവിധ ഏജൻസികൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം പ്രാദേശികമായി ഈ ഭീകരർക്ക് സഹായം നൽകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരായ നടപടികൾ കൂടുതൽ കടുപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് സുരക്ഷാ സേന ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പല വീടുകൾ, ഏതാണ്ട് 12ഓളം ഭീകരരുടെ വീടുകൾ സുരക്ഷാ സേനയും പ്രാദേശിക ഭരണകൂടവും ചേർന്ന് തകർക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത് കൃത്യമായി തന്നെ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട സഹായം നൽകിയ, അവർക്ക് ഇവിടെ എത്തി താമസ സൗകര്യവും യാത്രാ സൗകര്യവും ഒരുക്കിയ ഭീകരരെയാണ് കണ്ടെത്തുകയും അവർക്കെതിരായ നടപടിയെടുക്കുകയും ചെയ്തത്. 22 മണിക്കൂറോളം കാൽനടയായി സഞ്ചരിച്ച്, വനമേഖലയിലൂടെ കാൽനടയായി സഞ്ചരിച്ചാണ് ഭീകരവാദികൾ ഈ ബൈസരൻ കുന്നിൻ ചെരുവിൽ എത്തിയത് എന്നും തുടർന്നാണ് ഈ ആക്രമണം നടത്തിയത് എന്നും സുരക്ഷാ സേന കണ്ടെത്തിയിട്ടുണ്ട്. NIAക്ക് ആ വിവരങ്ങൾ ഉൾപ്പെടെ കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ആസൂത്രിതമായി ഈ ഭീകരവാദികൾ ഇവിടെ എത്തുകയായിരുന്നു. ദിവസങ്ങൾ നീണ്ട ഒരു തയ്യാറെടുപ്പുകളോടെയാണ് അവിടെ എത്തിയത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ബൈസരൻ വാലിയിലെ രണ്ടിടങ്ങളിലായി, ഈ മൈതാനത്തിന്റെ രണ്ടിടങ്ങളിലായി ഭീകരർ 2 പേരടങ്ങുന്ന സംഘമായി നിലയുറപ്പിക്കുകയും ഇവിടെ എത്തിയ ആളുകളോട് ആദ്യഘട്ടത്തിൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം അവരെ വെടിവെച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നും 4 പേരെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ആളുകൾ പരിഭ്രാന്തരായി ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ ആൾക്കൂട്ടത്തിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു എന്നും NIAക്ക് ലഭിച്ച ഈ പ്രാദേശിക വീഡിയോഗ്രാഫർ ചിത്രീകരിച്ച ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. അതിൽ നിന്നും കൃത്യമായി ഈ ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു. തോക്കുകൾ തിരിച്ചറിയാൻ ഫോറൻസിക് പരിശോധനയിലും ഈ ദൃശ്യങ്ങളിലും കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഭീകരർക്കായുള്ള തെരച്ചിൽ അവരുടെ തൊട്ടടുത്തായി തന്നെ സൈന്യം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ എത്തിച്ചത്. ഈ ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ അവിടെ തെരച്ചിൽ തുടരുകയാണ്. ഭീകരരുടെ തൊട്ടടുത്ത് 4 തവണയാണ് സൈന്യം എത്തിയിരിക്കുന്നത്. അവർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ തീർന്നുവെന്ന ഒരു സൂചനകളും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവരെ കീഴടക്കാനുള്ള ഒരു ശ്രമത്തിലാണ് സൈന്യം.